ഹായ് ഗായ്സ്, ഒരു ഷോപ്പിംഗ് വ്ളോഗ് കൂടെ ആയാലോ? നാട്ടിൽ പോകുന്ന അടുപ്പിച്ചിട്ട് ഒരുപാട് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ക്ലിപ്സ് എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കുകയാണ്. എഡിറ്റ് ചെയ്തിടാനുള്ള സമയമില്ലാത്തത് കാരണം. സോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. ഇവിടെ കയറിയപ്പോൾ തന്നെ അതേ ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് കണ്ടത്. ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെൽഫ് ഡിസൈനൊക്കെ വരുന്ന പ്യുവർ കോട്ടൺ ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല ബീച്ച് വൈബൊക്കെ തരുന്ന ഒരു ഡ്രസ്സ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഡെനിം ജാക്കറ്റിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്താൽ നല്ല ക്ലാസി ലുക്കാണ്. വേറൊന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യണ്ട, ഇത് മാത്രം മതി, നല്ലൊരു അടിപൊളി ലുക്ക് തരും. പക്ഷേ ഇതെൻ്റെ കറക്റ്റ് സൈസായിരുന്നു കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇല്ല, ഒന്ന് ഇങ്ങോട്ടും ഇല്ല, മീഡിയം ആയിരുന്നു സൈസ്. ലാർജ് നോക്കിയപ്പം അതൊട്ട് അവൈലബിളും അല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെയും ബ്രാൻഡ്സ് ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ നിന്ന് കയറി നോക്കാമെന്ന്. അങ്ങനെ അടുത്ത ഷോപ്പിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ മെഗ്ഡി കണ്ടത്. കണ്ടപ്പം ഭയങ്കര വിശപ്പ്, കയറി ഓരോ ബർഗർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിൽ കയറി എങ്ങാനും കൈയുള്ള ഡ്രസ്സ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അതാണല്ലോ നാട്ടിൽ പോകുമ്പോൾ കുറച്ചുകൂടെ നല്ലത്. ബട്ട് എനിക്ക് കിട്ടിയില്ല. നിഖിലിൻ്റെ ഷോപ്പിംഗ് ഒക്കെ വേഗം കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ അതേ ഈ ഒരു ഷോപ്പിൽ കയറിയപ്പം ഈ വൈറ്റ് ഡ്രസ്സ് കണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം അടുത്ത ബ്രാൻഡ്സ് ഔട്ട്ലെറ്റോട്ട് പോയി. ഇവിടെ വന്നപ്പം അങ്ങനത്തെ ഡ്രസ്സിൻ്റെ സൈസ് പോയിട്ട് അങ്ങനെ ഒരു ഡ്രസ്സേ ഇവിടെ ഇല്ല. വേറെ പാറ്റേൺ ആണ് ഉണ്ടായിരുന്നത്. അതാണെങ്കിലോ എൻ്റെ ബോഡിക്കിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ വേറൊരു ഡ്രസ്സ് നോക്കിയതുമില്ല. യോഗല്യമിണിയെ പായങ്ങട് മടക്കിക്കാളി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബട്ട് കുഴപ്പമില്ല, നമുക്ക് നാളെ വേറെ ബ്രാൻഡ്സ് ഔട്ട്ലെറ്റിലൊക്കെ പോയി നോക്കാം. അപ്പോൾ ടാറ്റാ.